തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് മുൻപേ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ എന്നതിനെ ചൊല്ലി LDF-ൽ അഭിപ്രായ ഭിന്നത. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തിരിച്ചടിയുണ്ടാക്കിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചു. ബിനോയെ തള്ളിയ LDF കൺവീനർ TP രാമകൃഷ്ണൻ തൽക്കാലം അത്തരത്തിലൊരു വിലയിരുത്തൽ LDF നടത്തിയിട്ടില്ലെന്ന് പ്രതികരിച്ചു. നാളെയാണ് LDF തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്തുക. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ടെന്നേ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത്. ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല, നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെൻറ്റും ഇന്ത്യകൾ ചെയ്യാത്തത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണിത്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെൻറ്റാണിത്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റിയും ചിന്തിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ള കാരണമായിട്ടുണ്ടെന്നാണ് ഇടതു പാർട്ടികൾക്കുള്ളിലെ വികാരം. എന്നാൽ അത് പരസ്യമായി സമ്മതിക്കാതെ ശബരിമലയുടെ സ്വാധീനമുള്ള പന്തളം നഗരസഭയിൽ ഉൾപ്പെടെ നേട്ടമുണ്ടാക്കിയെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അവകാശവാദം. ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശബരിമല തിരിച്ചടിയായെന്ന് സമ്മതിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം പരസ്യമായി പറഞ്ഞു. നാളെ LDF കൂടാനിരിക്കെ ബിനോയ് വിശ്വം ഇന്ന് നടത്തിയ പരാമർശങ്ങൾ മുന്നണിക്കുള്ളിലെ അഭിപ്രായ ഭിന്നത പ്രകടമാക്കുകയാണ്. ശബരിമല തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് അത്തരമൊരു വിലയിരുത്തൽ LDF നടത്തിയിട്ടില്ലെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാവായ A പത്മകുമാർ ഉൾപ്പെടെ ജയിലിൽ കിടക്കുമ്പോൾ പാർട്ടിയുടെ ക്യാപ്സൂളുകളൊന്നും തൽക്കാലം ഗുണം ചെയ്യില്ലെന്ന് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. പത്മകുമാർ അറസ്റ്റിലായപ്പോൾ തന്നെ സംഘടന നടപടിയെടുത്തിരുന്നെങ്കിൽ സർക്കാരിനും CPM-നും നേരെയുള്ള ആക്രമണം കുറയ്ക്കാമായിരുന്നുവെന്നും CPM-ൽ വികാരമുണ്ട്. അസ്ഥാനത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം സ്വർണ്ണക്കൊള്ളയുടെ തീവ്രത കൂട്ടിയെന്നും CPM നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നു.